വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് നമ്മളത് ഉണ്ടാക്കിയതെന്നൊന്ന് നോക്കിയേക്കാം അല്ലേ പന്ന? ഓക്കെ. ബീഫ് ബിരിയാണിക്കുള്ള അരി വേവിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് ആദ്യം അരി വേവിക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ പന്ന? അപ്പോൾ നമ്മൾ 1 കിലോ അരി വേവിക്കേണ്ടതുകൊണ്ട് നമ്മളൊരു ഇഡലിക്കുട്ടകമാണ് വെച്ചിരിക്കുന്നത്, ഇച്ചിരി അരി കൂടുതലുള്ളത് കൊണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആദ്യം നമുക്ക് ആ കറുകപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം, അങ്ങനത്തെ ഏലക്ക, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ അതിനകത്ത് വെള്ളം ഒന്ന് പറ്റിട്ട്, വെള്ളം പറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. വെള്ളം എപ്പോഴും നമ്മൾ എത്ര അരി എടുക്കുന്നോ അതിൻ്റെ 3 ഇരട്ടി, അതായത് 1 ഗ്ലാസ് ആണെങ്കിൽ 2 ഇരട്ടി, 1 ഗ്ലാസ് ആണെങ്കിൽ 3 ഗ്ലാസ്, 1 ഗ്ലാസ് അരിയാണെങ്കിൽ 3 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ്. ഇപ്പോൾ 1 കിലോ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിന്ന് 3 ലിറ്റർ വെള്ളം എടുക്കണം. നമ്മൾ ആദ്യം ഇതിനകത്ത് കുറച്ച് നെയ്യാണ് ഇടുന്നത്. നെയ്യ് ഇട്ടിട്ട് നമുക്ക് ഞാൻ പറയല്ലേ കറുകപ്പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് 3 ലിറ്റർ വെള്ളമാണെന്ന് ഞാൻ പറഞ്ഞു. 1 കിലോ അരി എടുക്കുന്നതുകൊണ്ട് 3 ലിറ്റർ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ സാധനങ്ങൾ ഒന്ന് നൈസായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ പോണേ. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിലാണ് നമ്മൾ ബിരിയാണി റൈസ് വേവിക്കാൻ പോകും. ബിരിയാണി റൈസ് ഒരു 85% വേവാകുമ്പോൾ നമ്മൾ ഈ സാധനം മാറ്റി വെക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 3 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്ത് അരി ഇടാൻ പോകുന്നത്. ആ സമയത്ത് നമുക്ക് കിസ്മിസും കശുവണ്ടിയും ഒക്കെ വറുത്ത് നെയ്യിൽ വറുത്ത് കോരിയെടുത്ത് മാറ്റി വെക്കാം. നമ്മുടെ ഇതിലേക്കുള്ളത് നമ്മൾ ഓൾറെഡി സവാള വറുത്ത് വെച്ച് കഴിഞ്ഞു കണ്ടോ. ഇതുപോലെ നമ്മളിനി നെയ്യിൽ കിസ്മിസും മുന്തിരിയും പറങ്ങാണ്ടിയും വറുത്ത് കോരിയെടുത്ത് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ കേട്ടോ. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് നെയ്യിട്ട് നമുക്ക് പറങ്ങാണ്ടിയും കിസ്മിസും വറുത്തെടുക്കാം. നമ്മുടെ നെയ്യ് ഒരുവിധം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പറങ്ങാണ്ടി ഇട്ട് കൊടുക്കാം. ഓക്കെ, പറങ്ങാണ്ടി വറുത്ത് കോരിയിട്ട് നമുക്ക് അതിൽ മുന്തിരി വറുത്ത് കോരാം. നമ്മൾ പറങ്ങാണ്ടി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയിട്ട് ഇതിലേക്ക് മുന്തിരി ഇടാം. അപ്പോൾ അതൊന്ന് കോരിയിട്ട് വരാമേ. അപ്പോൾ നമുക്കിതിനേക്ക് നമ്മുടെ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുവാണേ കേട്ടോ. അത് വറുത്ത് കോരി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വറവൽ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീഫിനുള്ള മസാല റെഡിയാക്കിയാണ്. അപ്പോഴത്തേക്ക് ഇടയ്ക്ക് നമുക്ക് ഈ വെള്ളം തിളയ്ക്കുന്നതോടെ നോക്കണം. വെള്ളം ഇതുവരെ തിളച്ചിട്ടില്ല. നമുക്കിങ്ങനെ അല്ല, നമുക്ക് ബോൾ പോലെ ആകുന്നതാണ് മുന്തിരിയുടെ ഒരു കണക്ക്. ഇത് നെയ്യിൽ തന്നെ കോരുന്നതാണ് കേട്ടോ എൻ്റെ ടേസ്റ്റ്. ഡാൽഡ യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി തീരെ താല്പര്യമില്ല. റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി വെക്കാം. എന്നിട്ട് നമുക്ക് ബീഫിനുള്ള മസാല റെഡിയാക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ അരി വെക്കാനുള്ള വെള്ളം കൂടെ തിളച്ച് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ബീഫിനുള്ള മസാലയ്ക്കുള്ള ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്, തിളയ്ക്കുന്നുണ്ട്. നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇടാൻ പോവാണേ. ഇതിൻ്റെ ഒരു 85% വേവാണ് കണക്ക്. ബാക്കി നമുക്ക് ആ ദം പോലെ വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു വിനാഗിരി ഇതിനകത്ത് നമുക്ക് ഒഴിക്കാം. വിനാഗിരിയോ നാരങ്ങ നീരോ എന്തായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പോകും. അപ്പോൾ നമ്മൾ നാരങ്ങയാണ് പിഴിഞ്ഞൊഴിക്കുന്നത്, വിനാഗിരി ഇടുന്നില്ല, നാരങ്ങ.
ഇതെന്തിനാന്ന് ഞാൻ പറഞ്ഞു, ഇത് അരി വേവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതെ കിട്ടും. നമ്മൾ ഈ നാരങ്ങ നീരോ ഇതിലിട്ട് കഴിക്കാം. അപ്പോൾ അത് വേവട്ടെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബിരിയാണിക്കകത്ത് വേണ്ട ബീഫിലേക്കുള്ള സംഭവം റെഡിയാക്കാം. ആദ്യം 3 സവാള അരിഞ്ഞത് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മൾ ബീഫ് ചേർക്കുന്ന ബീഫ് ആയതുകൊണ്ട് ബീഫ് നേരത്തെ ഒരു ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളകും ഇട്ട് ഒരു 4 വിസിലടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ബീഫ് അല്ലെങ്കിൽ വേവ് കറക്റ്റ് ആക്കില്ല. ബീഫ് കഴിക്കുമ്പോൾ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി പിന്നെ എല്ലാത്തിൻ്റെയും കൂടെ ബേസിക് ആയതുകൊണ്ട് അത് പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ അരി ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്, അത് അടച്ചു വെച്ചു. നമുക്കിതൊന്ന് വഴറ്റി എടുത്തിട്ട് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാമേ. ഇത് നമുക്ക് ഇടയ്ക്ക് നമ്മുടെ അരിയുടെ വേവ് നോക്കണം കേട്ടോ. ഇത്തിരി ഉപ്പുകൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ട കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഉപ്പ് നമ്മുടെ അരിക്ക് വേണ്ട അളവിലുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇതിൻ്റെ വേവ് കുറച്ചുകൂടി സെറ്റാവാനുണ്ട്. കുറച്ചുകൂടി സെറ്റായി കഴിഞ്ഞാൽ നമുക്കിത് ഊറ്റി മാറ്റി വെക്കാം. അപ്പോൾ അത് ഏകദേശം വഴണ്ട് വരുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ലേശം കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കാം. എരിവ് നിങ്ങളുടെ കണക്കനുസരിച്ചാണ്. ഞാനിവിടെ 1 സ്പൂണേ ഇടുന്നുള്ളൂ, കാരണം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് 1 സ്പൂൺ ഇടുന്നുള്ളൂ. പിന്നെ മുളകുപൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മസാല ടേസ്റ്റ് അനുസരിച്ചാണ്. മല്ലിപ്പൊടിയും ഞാൻ സാധാരണ എല്ലാവരും മല്ലിപ്പൊടി മുളക് പൊടിയുടെ ഇരട്ടി ഇട്ട് കാണാറുണ്ട്. പക്ഷേ ഞാനൊരു 1.5 സ്പൂൺ ഇടുക. ഇരട്ടി ഇടാൻ നിൽക്കുന്നില്ല, കാരണം മസാലയുടെ ആ ഒരു കുത്ത് ഉണ്ടാകാൻ വേണ്ടി. ഇതിൻ്റെ കൂടെ ഗരം മസാലപ്പൊടി ഇടുവാണ്. ഇതിനകത്ത് തന്നെ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഗരം മസാലപ്പൊടിക്കകത്ത്. അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി പ്രത്യേകം ഇടാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല. അതിനകത്ത് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ആ ബീഫ് ഒന്നുകൂടെ ഇട്ടൊന്ന് 1 വിസിലൂടെ അടിച്ചു വെക്കാം. നന്നായിട്ടൊന്ന് വയലിട്ട് കേട്ടോ. ഇത്തിരി എണ്ണയും കൂടെ ഒഴിക്കേണ്ടി വരുമായിരിക്കും. നമ്മൾ നെയ്യാകട്ടെ എടുത്ത്, ഇത്ര നേരം എണ്ണ ഉപയോഗിച്ചിട്ടില്ല. നെയ്യിട്ടാണ് ഇത് വഴറ്റിയെടുത്തത്. നന്നായിട്ടൊന്ന് മസാല ഒന്ന് കുക്കാവണം. മസാല കുക്കായില്ലെങ്കിൽ എപ്പോഴും ആ ഒരു മസാലയുടെ കുത്തൽ നമുക്ക് കഴിക്കുമ്പോൾ ഫുഡിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ അരി ഏകദേശം നമ്മൾ പറഞ്ഞ ആ കണക്കിൽ വേവായി വരുന്നുണ്ട്. ഇത് നമ്മൾ ഊറ്റി മാറ്റി വെക്കണം. വേവായി വരുന്നുണ്ട്, ഊറ്റി മാറ്റി വെക്കണം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഇട്ടിരിപ്പുണ്ട്. നമ്മുടെ മസാല ഏകദേശം കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിനി ഇപ്പോൾ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോകണം. ആ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ അതൊന്ന് ഇളക്കാം മസാല. നമ്മളിതിനകത്ത് വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. നമ്മളെ ബീഫ് വേവിച്ചതിനകത്ത് ഊറിയ വെള്ളം മാത്രമേ നമ്മൾ ഈ മസാലക്കകത്ത് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം മസാല നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
ബീഫ് നന്നായിട്ട് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇവനെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ലൂസാക്കാം, പക്ഷേ ഇതാണ് ഇതിൻ്റെ പരുവം. അതുകൊണ്ട് നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ ബീഫ് ഒന്ന് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് ലൈറ്റായിട്ട് വേവിച്ചാൽ അത് ഏകദേശം എന്താണ് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മിക്സ് പരിപാടി നോക്കാം. ഇത് നമ്മൾ ഏകദേശം ഊറ്റാറായിട്ടുണ്ട്. നമ്മളിത് ഊറ്റാൻ പോവുകയാണേ, അരി ഊറ്റാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ അരി ഇവിടെ ഊറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റിങ്ങിനായിട്ടുള്ള പരിപാടിയാണ്. അതിനുവേണ്ടിയാണ് ഈ പാത്രം എടുത്തേക്കുന്നത്. നമുക്കിനി ഇതിനകത്ത് വിട്ട് വേണം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചെറിയൊരു ദമ്മ് പോലെ കൊടുത്ത്, ദമ്മെന്ന് പറയുന്നത് നമ്മൾ മൈദയൊന്നും വെച്ച് ഒട്ടിക്കുന്നൊന്നുമില്ല കേട്ടോ. ഈ പാത്രത്തിൽ വെച്ചുള്ള വേവേ ഉള്ളൂ. ഈ നെയ്യ് എന്തിനാ ഇത്ര ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലെല്ലാം, പാത്രത്തിൻ്റെ സൈഡിലെല്ലാം ആക്കാൻ വേണ്ടിയിട്ടാണ്. ചോറ് അടുക്കി പിടിക്കാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നെയ്യ് ഇട്ടത്. നമ്മളിനിയിപ്പോൾ ഇതൊന്ന് ഫുള്ള് റൗണ്ട് ചെയ്ത് അപ്പോൾ നമ്മൾ നെയ്യ് ഒന്ന് ഫുള്ള് ചുറ്റിച്ചിട്ടുണ്ട്. ബാക്കി വന്ന നെയ്യ് നമ്മളൊരു ഉരുക്കിയ നെയ്യ് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമുക്കിതിനെ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനാദ്യം നമുക്ക് ചോറ് ഒരു ലെയർ ഇടാൻ പോവുകയാണേ. ചോറ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലെയർ റൈസ് ഇടാൻ പോവുകയാണ്. നെയ്യുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഇതിടുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചേക്കുവാണേ, കാരണം അത് കരിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് വെച്ചേക്കുവാണ്. നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ടിനെയും തീ മതി ആക്ച്വലി. ലെയർ ആയിട്ടുണ്ട്. നമുക്കിതിനകത്ത് നമ്മുടെ മസാല ഒരു ലെയർ ആഡ് ചെയ്യാം. അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ അടുത്ത ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. നിരത്തിയിട്ടുണ്ട്. ഇനി എൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, ചോറ് കുറച്ച് താഴ്പോട്ടോ അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിൻ്റെ മുകളിൽ പറങ്ങാണ്ട ഉള്ളി, കൊടുക്കുക. വീണ്ടും ഇതേപോലെ അടുത്ത ലെയർ ഇടുക, ബീഫ് വെക്കുക, അടുത്ത ലെയർ വെക്കുക, ഇത് വെക്കുക. എന്നിട്ട് നമ്മൾ ദം വെക്കാറാകുമ്പോൾ ഞാനിപ്പോൾ വരാം. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ ലെയർ ഇട്ടിട്ടുണ്ട്. ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ, കുറച്ച് നെയ്യോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് ഇത് അടച്ച് ദം, ഞാൻ പറഞ്ഞില്ല ദം ഇട്ടിട്ടില്ല, നമ്മൾ എസൻസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, നാച്ചുറൽ ടേസ്റ്റാണ്. ഇത് നമുക്കൊരു 5 മിനിറ്റ് വെച്ചൊന്ന് വേവിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് ബിരിയാണി സെറ്റ്. അപ്പോൾ നമ്മൾ എടുക്കുവാണ്. നമ്മുടെ എല്ലാം സെറ്റായിട്ടുണ്ട്. നെയ്യെല്ലാം ഉരുകി പറ്റി ചേർന്നിട്ടുണ്ട്. പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്ത് കഴിച്ചുകൂടെ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ബിരിയാണിയുടെ കാണിച്ചായിരുന്നല്ലോ, നല്ല പുക, നല്ല മണം ഒക്കെ വരുന്നുണ്ട്. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അല്ലേ മോന?
അപ്പോൾ ആദ്യം നമുക്ക് സൈഡിൽ നിന്ന് എടുക്കുന്നതാണ് അതിൻ്റെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എസൻസ് ഒന്നും ചേർത്തിട്ടില്ല, അതിൻ്റേതായിട്ടുള്ള ഒരു കളർ കുറവ് കാണും, പക്ഷേ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസ് കാണത്തില്ല. കണ്ടോ മസാല കണ്ടോ നല്ലപോലെ കുക്കായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ സൈഡിൽ നിന്ന് എടുത്ത് പോർഷൻ വൈസ് അത് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം എല്ലാം ഉണ്ട്, മസാലയുണ്ട്. നമുക്കതിനകത്ത് സലാഡ് ഇടുക, ഇത്തിരി അച്ചാറ്, ചെറിയൊരു പീസ് കേട്ടോ. പീസ് നാരങ്ങയ്ക്ക് ബീഫിനേക്കാളുള്ള അഹങ്കാരമാണ്, സ്പൂണിൽ കയറുന്നില്ല, എന്ത് ചെയ്യാൻ. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു പപ്പടം. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റൈല്. അപ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്യാം അല്ലേ? ഓക്കെ. സൂപ്പർ, കൊള്ളാമല്ലേ? ആ, അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ. ബൈ.